ഒറ്റപ്പെയ്ത്തിൽ വീണ്ടും ദുരിതക്കയത്തിൽ മുങ്ങിയിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ തൃശൂർ നഗരം. കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും ജനത്തെ വീർപ്പ് മുട്ടിക്കുകയാണ്. നഗരത്തിലെ അശ്വിനി ആശുപത്രിയിൽ വീണ്ടും ഇന്നും വെള്ളം കയറി. ശക്തമായ മഴ വരുന്നുണ്ട് എന്നും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ അതിനിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ വെള്ളക്കെട്ടിന് ആരാണ് പരിഹാരം കാണേണ്ടത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം അത് ചർച്ചയാവുകയാണ്. ജനങ്ങൾ അത് ചോദിക്കുന്നു. തൃശ്ശൂരിലെ വെള്ളക്കെട്ടിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്താണ് വീഴ്ച എന്നാണ് തൃശ്ശൂർ മേയറുടെ നിലപാട്. അശ്വിനി ആശുപത്രി പരിസരത്ത് കാനകൾ വൃത്തിയാക്കുന്നതിൽ വലിയ വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം പറയുകയാണ്. ഇക്കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. ഇത് PWD ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ മുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കണ്ടേ. അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ച് തീരുമാനമെടുപ്പിക്കണം. അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വലിയ പ്രതിസന്ധിയാണ് തൃശ്ശൂർ രൂപപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമായിരുന്നു വലിയ വെള്ളക്കെട്ടും അതിൻ്റെ കെടുതികളും ഉണ്ടായിരുന്നെങ്കിൽ തൃശ്ശൂരിൽ ഇപ്പോഴിതാ അടിക്കടി ആവർത്തിച്ച് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ അടിയന്തരമായ പരിഹാരം അനിവാര്യമായി വരികയാണ്. നഗരസഭയുടെ നിലപാട് എന്താണ്? മേയർക്ക് എന്ത് ചെയ്യാൻ കഴിയും? സർക്കാരിൽ നിന്ന് എങ്ങനെ ഇടപെടൽ ഉണ്ടാകും എന്നതിൻ്റെ പ്രതികരണം നമ്മൾ എം കെ വർഗീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ശ്രീ നന്ദകുമാർ, തൃശ്ശൂരിലെ വ്യാപാരിയാണ് അദ്ദേഹം. ഒപ്പം ശ്രീ എം കെ ഹരിദാസ്, പ്രോപ്പർ ചാനൽ പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ആദ്യം തൃശ്ശൂരിലെ വ്യാപാരിയിലേക്കാണ്. ശ്രീ നന്ദകുമാർ, ഈ തൃശ്ശൂരിൽ ഇങ്ങനെ അടിക്കടി പ്രളയകാലത്ത് പോലും വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ കടകളിലും വീടുകളിലേക്കും ഒക്കെ വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യം അത് സാധാരണ ഉണ്ടാകാത്തതല്ലേ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതൊരു കോമൺ പ്രതിഭാസമാണ് ഞങ്ങളുടെ ഈ ഏരിയയിൽ. തൃശ്ശൂരിനെ കുറിച്ച് പറയല്ല, ഞങ്ങളുടെ അശ്വിനി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലൊക്കേഷനിലെ ഇതൊരു സാധാരണ പ്രതിഭാസമാണ് സാർ. എല്ലാ വർഷവും മഴ തുടങ്ങുമ്പോൾ, ശക്തമായി മഴ പെയ്യുമ്പോൾ എല്ലാ വർഷവും അടിക്കടി വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്. ഇവിടുത്തെ വീടുകൾ 10-12 വീടുകളിൽ വെള്ളം കയറി അവരുടെ വീട് സാധനങ്ങളും എല്ലാം നശിച്ചു പോകുന്നുണ്ട്. ഞാനൊരു ഒരു ലബോറട്ടറി, തൈറോയ്ഡ് എന്ന ലബോറട്ടറി റൺ ചെയ്യുന്ന ആളാണ് തൃശ്ശൂർ. കഴിഞ്ഞ 26 വർഷമായിട്ട് ഞങ്ങൾ 10-18 പേര് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടും 10-50 പേർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും തൊഴിൽ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം നടത്തുന്ന ആളാണ് ഞാൻ. ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്തായിരുന്നു എന്റെ സ്ഥാപനം. തീരെ നിവൃത്തിയില്ലാതെ അടിക്കടി വെള്ളം പൊങ്ങിയിട്ടും ഒരുപാട് നാശനഷ്ടമുണ്ടായിട്ടും ഞാൻ അവിടുന്ന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറിയിരിക്കുകയാണ്. ഈ മനുഷ്യസാധ്യമായി പരിഹരിക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയാണോ, അതോ മനുഷ്യന്റെ ഇടപെടൽ, ഭരണ സംവിധാനങ്ങളുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ട് താങ്കൾക്ക് അവിടെ താങ്കളുടെ സ്ഥാപനം പറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നടേണ്ടി വന്നതാണോ? അതന്നെ സാർ, എനിക്ക് ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം വേറെ ഗത്യന്തരമില്ലാതെ ഞാൻ സ്ഥാപനം വേറെ സ്ഥലത്തേക്ക് മാറ്റിയതാണ് സാർ. എനിക്ക് ഇവിടുത്തെ ആളുകളുടെ ഈ പ്രയാസം, ബുദ്ധിമുട്ട് നന്നായി മനസ്സിലാവും. ഞാൻ നേരിട്ട് അനുഭവിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പറയുന്നത് സാർ. ഇത് നഗരത്തിൽ പെയ്യുന്ന, ഇത് നേരത്തെ മാധവൻ ന്യൂസിൽ പറഞ്ഞു ഈ ഇത്രയും വെള്ളം പോകാൻ ഒരു ചെറിയ ചാലുള്ളൂ പറഞ്ഞു. പക്ഷെ വാസ്തവം അതല്ല സാർ. ഇവിടെ പെയ്യുന്ന മഴയാണെങ്കിൽ ആ ചെറിയ ചാല് മതി. ഇവിടെ സംഭവിക്കുന്ന എന്താ ചെയ്യുക, നഗരത്തിൽ പെയ്യുന്ന മഴ മുഴുവൻ, അവിടെ പെയ്യുന്ന മഴ വെള്ളം മുഴുവൻ ഒഴുകി പോകാനുള്ള ഒരു സ്ഥലമായി ഈ പ്രദേശം മാറിക്കഴിഞ്ഞു സാർ. കാരണം എന്താണെങ്കിൽ ഈ സ്ഥലം ഒരു ജോഗ്രഫിക്കലി താഴ്ന്നു നിൽക്കുന്ന സ്ഥലമാണ്. ജോഗ്രഫി താഴ്ന്നിട്ട് സ്ഥലമാകുമ്പോൾ മറ്റ് വലിയ കാനകൾ, വെള്ളം ശരി യഥാർത്ഥത്തിൽ പോകേണ്ട വലിയ കാനകളെല്ലാം പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ആ കാനലിൽ കൂടെ വെള്ളം പോകാതെ അത് അടഞ്ഞ് അവിടുന്ന് ഓവർഫ്ലോ ആയിട്ട് ഈ താഴ്ന്ന പ്രദേശത്ത് കൂടെ വെള്ളം താഴെയാണ് ഒഴുകി പോവാണ് സാർ. ഇതെല്ലാ വർഷവും നടക്കുന്നതാണ്. ഇവിടുത്തെ ജനങ്ങൾ വലിയൊരു ദുരിതത്തിലാണ് അനുഭവിക്കുന്നത്. ഞങ്ങൾ അധികാരികളോട് ഇതിന് മുമ്പ് പല പ്രാവശ്യം അധികാരികളോട് ഇത് പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷൻ ചെന്നിട്ട് ഞങ്ങൾ സത്യാഗ്രഹം ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അധികാരികളുടെ ഒന്നും കണ്ടു തുറന്നിട്ടില്ല. ശരി, ഒരു നിമിഷം. ഈ ചോദ്യങ്ങൾക്ക്, ഈ പ്രശ്നങ്ങൾക്ക് പ്രാഥമികമായി ഉത്തരം പറയേണ്ടി വരിക സ്വാഭാവികമായും തൃശ്ശൂർ മേയർ തന്നെയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത്. ശ്രീ എം കെ വർഗീസ്, നേരത്തെ അങ്ങയുടെ പ്രതികരണം കണ്ടിരുന്നു. ഈ കാനകൾ കൃത്യമായി വൃത്തിയാക്കാത്തത് അതുമൂലമാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ വലിയ തോതിൽ രൂക്ഷമായി ആളുകൾക്ക് വലിയ പ്രതിസന്ധി തൃശ്ശൂരിൽ ഉണ്ടാകുന്നതെന്നാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ കൊച്ചിയുമായി ബന്ധപ്പെട്ട പരാമർശം ഉണ്ടായിരുന്നു. കാനകൾ നിറയുന്നതാണ് കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന്. സമാനമായ ഒരു ഗുരുതര സ്ഥിതി തൃശ്ശൂരിലുണ്ടോ? ഹലോ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാമോ? അങ്ങേ കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ആ പ്രശ്നം വളരെ വേഗത്തിൽ പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എം കെ ഹരിദാസ് കൂടി നമുക്കൊപ്പം ഉണ്ട്, പ്രോപ്പർ ചാനലിന്റെ
പ്രതിനിധി ശ്രീ എം കെ ഹരിദാസ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പരാമർശമാണ് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിന് കാരണം ഈ കാനകൾ കൃത്യമായി പരിപാലിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ്, മാലിന്യം തള്ളുന്നത് കൊണ്ടാണ് എന്ന തരത്തിൽ കോടതി ഗൗരവതരമായി ഇടപെടൽ നടത്തുന്നുണ്ടായിരുന്നു. തൃശ്ശൂരിലെ സാഹചര്യത്തിലേക്ക് കൂടി വന്നാൽ ഇതൊരു പൊതു സാഹചര്യമാണോ? ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഒന്ന് തദ്ദേശ സ്ഥാപനം, രണ്ടാമത് പൊതുമരാമത്ത് വകുപ്പ്, ഈ ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങൾ മഴയ്ക്ക് മുൻപ് ചെയ്യേണ്ട ജോലികൾ പൂർത്തീകരിക്കാതെ അലംഭാവം കാട്ടുന്നതാണോ ഇങ്ങനെ ആളുകളെ വെള്ളത്തിൽ മുക്കുന്ന സ്ഥിതി ഉണ്ടാക്കുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ? അലംഭാവം കാണിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം സംജാതമാവാനുള്ള കാരണമെന്ന് ആദ്യം മനസ്സിലാക്കുക. പിന്നെ പരസ്പരം ഈ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ ഇതിന്റെ വലിയൊരു കാര്യമാണ്. അതിന് പരസ്പരം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാമെന്ന് ഒരു മേയറും അതുപോലെ തന്നെ PWDയുടെ എഞ്ചിനീയർമാരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നൽകുന്ന നികുതി പണത്തിന് പിന്നെ എന്തർത്ഥമാണുള്ളത്? എനിക്ക് ആ മേയർ നേരത്തെ നിങ്ങളോട് പ്രതികരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. കൊച്ചിൻ മേയറും പ്രതികരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തെക്കോട്ട് ഒഴുകേണ്ട വെള്ളം വടക്കോട്ടാണ് കൊച്ചിയിലെ MG റോഡിലെ വെള്ളം ഒഴുകി പോകുന്നത്. തെക്കോട്ട് പണിയേണ്ട സ്ലോപ്പ് വടക്കോട്ട് പണിതത് ഞാനോ നിങ്ങളോ അല്ല, അത് ഈ കൊച്ചിൻ മേയറുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ ഭരണസമിതി നിയോഗിച്ച കോൺട്രാക്ടറാണ്. ആ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഇത്തരത്തിലുള്ള വർക്കുകൾ കൃത്യമായി സ്ലോപ്പ് കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഇല്ലാത്തതാണ് ഈ പ്രശ്നത്തിന്റെ കാര്യം. ദീർഘവീക്ഷണക്കുറവ്, വിദഗ്ധോപദേശത്തിന്റെ കുറവ്. വിദഗ്ധോപദേശം ഈ റെയിൻ മാപ്പ് എന്ന് പറയുന്നിട്ട് ഒന്നുണ്ട്. അതായത് മഴ പെരുമഴയാവുകയും പെരുമഴ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അതുമാതിരി തന്നെ സഞ്ചാരത്തിനും അതുപോലെ തന്നെ അവന്റെ നിത്യജീവിതത്തിനും തടസ്സം സൃഷ്ടിക്കുമാറുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടണമെങ്കിൽ അതിന് റെയിൻ മാപ്പ് പ്രകാരമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം, റെയിൻ മാപ്പ് പ്രകാരമുള്ള ശുചീകരണം നടക്കണം. ഇതൊന്നും ചെയ്യാൻ ഇവിടുത്തെ കോർപ്പറേഷനുകൾ തയ്യാറാവുന്നില്ല. അപ്പൊ ദീർഘവീക്ഷണക്കുറവും വിദഗ്ധോപദേശത്തിന്റെ കുറവും പിടിപ്പുകേടും കെടുകാര്യസ്ഥതയും അഴിമതിയും നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യം, അഴിമതിയും അടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ ആരുടെയെങ്കിലും മേൽ പഴിചാരി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് താങ്കൾ ഉന്നയിച്ച. ശ്രീ എം കെ വർഗീസ് നമുക്കൊപ്പമുണ്ട്. ശ്രീ എം കെ വർഗീസ്, തൃശ്ശൂരിൽ പ്രാഥമികമായി സ്വാഭാവികമായി ഏതൊരു തദ്ദേശ സ്ഥാപനമാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ, ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികം തദ്ദേശ സ്ഥാപനത്തോടാണ്, അതിൻ്റെ അധ്യക്ഷന്മാരോടായിരിക്കും, അധ്യക്ഷ പദവിയിലുള്ള ആളുകളോടായിരിക്കും ആദ്യത്തെ ജനങ്ങളുടെ ചോദ്യം വരിക. തൃശ്ശൂരിൽ സംഭവിക്കുന്ന എന്താണ്? ഇത് പരിഹരിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? PWDയുടെ ഭാഗത്ത് വലിയ വീഴ്ചയുണ്ടായോ? ഇത് ഞാൻ പറയട്ടെ, തൃശ്ശൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം, പണ്ട് ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ ഇന്ന് നിലനിൽക്കുന്നത്. തൃശ്ശൂരിൻ്റെ മാസ്റ്റർ പ്ലാനിനകത്ത് ഉണ്ടാക്കിയിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, മുനിസിപ്പാലിറ്റിക്കൊക്കെ മുൻപ് കാലത്ത് ഉണ്ടാക്കിയിരുന്ന അതേ ഡ്രെയിനേജ് തന്നെയാണ് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ 10 വർഷത്തിലൊരിക്കൽ ഇതിന് ഒരു പുനർചിന്ത നടത്തുകയും ജനസാന്ദ്രത അനുസരിച്ച് അതിന് മാറ്റങ്ങൾ വരുത്തേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. കഴിഞ്ഞ ഭരണസമിതികൾ കാലക്രമേണ ഇതുപോലെ വരുന്നവരാരും തന്നെ ഇതിനു വേണ്ടി കൂടുതൽ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വന്ന ഈ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നമ്മൾ മഴ പെയ്തിട്ടുണ്ട്. 173 മില്ലിമീറ്റർ മഴയാണ് 1.5 മണിക്കൂർ കൊണ്ട് ഏകദേശം ചെയ്തു തീർത്തത്. 20 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ ഒരു സ്ഥലത്ത് തന്നെ പെയ്തപ്പോൾ, അത് സിറ്റിക്കകത്ത് പെയ്തപ്പോൾ, അത് വെള്ളം പുറത്തു പോകുന്നതിനുള്ള ഡ്രൈനേജുകളുടെ സൗകര്യം അതിൽ എക്സസ്സായി പോയി. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വെള്ളത്തിൻ്റെ പുറത്തു ഭാഗത്തുള്ള പാടത്തോ മറ്റു സ്ഥലത്തോ ഒരു തുള്ളി വെള്ളം പോലുമില്ല, ഡാമിൽ വെള്ളമില്ല. അതായത് ആ സമയത്ത് പെയ്ത ആ ഒരു നെറ്റ് മൂവ്മെൻറ്റിൽ പെയ്ത മഴയായതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് തൃശ്ശൂർ ഇതുപോലെ ഉണ്ടായത്. കഴിഞ്ഞ മാസം ഇപ്പോൾ ദുബായിൽ പെട്ടെന്ന് മഴ പെയ്ത് UAE ആകെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് നമുക്ക് കേട്ടാൽ മനസ്സിലാവും. കാരണം അവിടെ മഴ സാധാരണ പെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലമേ അല്ല, മരുഭൂമിയായ സ്ഥലമാണ്. ആവശ്യത്തിന് ജലമൊഴുകിപ്പോകാൻ ഡ്രെയിനേജ് സംവിധാനം ഒന്നും ഉണ്ടാകില്ല. കേരളം പക്ഷേ അങ്ങനെ അല്ലല്ലോ സാർ. ഇവിടെ സ്ഥിരമായി മഴ പെയ്യുന്നതാണ്. 1-1.5 ചിലപ്പോൾ ഒരു ദിവസവും അതിലധികവും നിന്ന് മഴ പെയ്യാറുണ്ട്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നഗരത്തിൽ, ഇത്രയും പഴമ പറയുന്ന നഗരത്തിൽ ആ പഴയ സിസ്റ്റം അതിങ്ങനെ തുടരുന്നതിൻ്റെ ഉത്തരവാദിത്തം അത് കോർപ്പറേഷന് കൂടി ഉള്ളതല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ഡ്രൈനേജുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി, 360 DLR തൊഴിലാളികൾ 2 മാസം മുമ്പ് എല്ലാ ഡ്രൈനുകളും ഓപ്പണാണ്. ഒരു ഡ്രൈനേജ് ഇവിടെ ബ്ലോക്കില്ല. നിരന്തരം ഞങ്ങൾ അതാത് ഡിവിഷൻ്റെ കൗൺസിലർമാർക്ക് ഉത്തരവാദിത്വത്തോടു കൂടി, അതുപോലെ തന്നെ ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആത്മാർത്ഥമായി ഞങ്ങളുടെ PWD സെക്ഷനൊക്കെ പണിയെടുക്കുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലവും ഇതുപോലെ ഒന്നും തൃശ്ശൂർ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കുറി ഉണ്ടാവാനുള്ള കാരണം പെട്ടെന്നുണ്ടായി, ഉൾക്കൊള്ളാൻ പറ്റാത്തതിൽ കൂടുതൽ വെള്ളം വന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, 20 ദിവസം കൊണ്ട് പെയ്യേണ്ട മഴ 1.5 മണിക്കൂർ. ഇപ്പോൾ ഞങ്ങളുടെ സിറ്റി ഇപ്പോൾ ക്ലീനാണ്. തൃശ്ശൂർ സിറ്റി ഇപ്പോൾ വെള്ളമില്ല.
ഒരു തുള്ളി വെള്ളം പോലും ഒരു സ്ഥലത്തില്ല. നേരത്തെ അങ്ങനെ പ്രതികരണത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ PWD ഭാഗത്ത് നിന്ന് വേണ്ട ഇടപെടൽ, പൊതുമരാമത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട ഇടപെടൽ ഉണ്ടായില്ല. ആവശ്യമെങ്കിൽ മന്ത്രിയെ തന്നെ ഇക്കാര്യം നേരിട്ട് അറിയിക്കുമെന്ന് ആ ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ? ഇപ്പോൾ പ്രതിസന്ധിയൊന്നുമില്ല, ഇത് താൽക്കാലികമായി ഉണ്ടായ പ്രതിഭാസം മാത്രമാണ്. PWD അടക്കമുള്ള വിഭാഗങ്ങളുടെ ഭാഗത്ത് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായി എന്ന് തിരുത്തുകയാണോ അങ്ങ്? ഹലോ, ഞാൻ ചോദിക്കുന്നത് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കോർപ്പറേഷനെ ഏൽപ്പിച്ചിട്ടുള്ള ചില സ്ഥലങ്ങളിൽ ഒഴിച്ച് PWDയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള റോഡുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത് PWD റോഡുകളുടെ കാനകൾ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം PWDക്കാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കോർപ്പറേഷൻ്റെ അനാസ്ഥ കൊണ്ടല്ല വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന അശ്വിനി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടി കടന്നു പോകുന്ന കാനയുണ്ട്. അത് PWD റോഡാണ്. അത് അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്ന് ചിലർ അങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. കോർപ്പറേഷൻ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾക്ക് നിയമം അനുശാസിക്കുന്നില്ല. അതും കൂടി മനസ്സിലാക്കണം. കാരണം PWD സ്ഥലത്ത് എന്തെങ്കിലും വർക്ക് നടത്തണമെങ്കിൽ, ഇതുപോലെ എമർജൻസി നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് അംഗീകാരം തരണം. നമ്മുടെ പൈസ എടുത്ത് അവിടെ ചെയ്യാൻ നമുക്ക് അങ്ങനെ നിയമം തടസ്സമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാത്തിനും ജനങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മലയാളികളാകെ താങ്കളടക്കം നമ്മളെല്ലാവരും കാണുന്ന ദൃശ്യങ്ങളാണ്, അശ്വിനി ആശുപത്രിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ഇത് തുടർച്ചയായി 3-ാം തവണയാണ് വെള്ളം കയറുന്നത്. ഇന്നിപ്പോൾ അകത്തേക്ക് കയറി ദൃശ്യങ്ങൾ പോലും പകർത്താൻ കഴിഞ്ഞില്ല. കാരണമെന്നാൽ ഇത്രയും വലിയ സംവിധാനം ഒരുക്കണമെങ്കിൽ നന്നായി പണം ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു ആശുപത്രി ആകുമല്ലോ സ്വാഭാവികമായും. അവിടെ രോഗികളുടെ എണ്ണത്തിൽ പോലും വലിയ കുറവുണ്ടായി എന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് ഈ വാർത്തയൊക്കെ വന്നതിന് ശേഷം. മാത്രമല്ല, എന്ത് വിശ്വസിച്ച ആളുകൾ അവിടെ അത്യാഹിത വിഭാഗത്തിലും മറ്റും പോയി കിടക്കും. ഒരു മഴ പെയ്താൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് കയറാനോ പറ്റാത്ത വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയാണെങ്കിൽ ഇപ്പോൾ നോക്കൂ, നേരത്തെ സംസാരിച്ച ശ്രീ നന്ദകുമാർ, അദ്ദേഹം തൃശ്ശൂരിലെ ഒരു സ്ഥാപനം നടത്തുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത് ഈ അശ്വിനി ആശുപത്രിക്ക് പരിസരത്ത് ഇങ്ങനെ വെള്ളം പോകുന്നത് ഇത് ആദ്യമല്ല, എല്ലാ വർഷവും അങ്ങനെയാണ്. അങ്ങനെ ആ സ്ഥാപനവും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ടി വന്നു എന്നാണ് നന്ദകുമാർ പറയുന്നത്. ഈ ഒരു പ്രദേശത്തെ ഈ വലിയ പ്രതിസന്ധി ഇത്രയും വർഷമായിട്ടും PWDക്ക് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാകും മേയർ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലങ്ങളായി ഇവിടെ നമ്മുടെ കോർപ്പറേഷൻ ആയാലും മുനിസിപ്പാലിറ്റി ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒരു ബിൽഡിംഗ് പണിയാൻ കൊടുക്കുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടതായ ഡ്രൈനേജ് സിസ്റ്റം ഒന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് ഇന്നുവരെ സാധിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ കോർപ്പറേഷൻ്റെ അതിർത്തിയിൽപ്പെട്ട ഒരു മൾട്ടി ബിൽഡിംഗ് പണിയാൻ ഒരു വ്യക്തി വരികയാണെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചും അതിന് വേണ്ട നടപടികളെക്കുറിച്ചും, കാരണം ഈ വക സ്ഥലങ്ങളിലൊന്നും ഇത്രയും വലിയ ബിൽഡിംഗ് പണിയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാരിൽ പോയി അത് അംഗീകാരം മേടിക്കും. ഇനി മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ കോടതിയിൽ പോയി കോടതി അത് അംഗീകാരം മേടിച്ച് നടത്തുന്ന ഒരു സാഹചര്യം പൊതുവെ എല്ലായിടത്തും ഉണ്ട്. അശ്വിനി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഈ സംരംഭം നിലനിൽക്കുന്നത് ഏറ്റവും താഴ്ന്ന പ്രദേശത്താണ്. അത് മനസ്സിലാക്കണം. വേറെ ഒരു സ്ഥലത്തും ഇതുപോലെ വെള്ളം കയറിയിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല. ആ അശ്വിനിയുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താഴ്ചയുള്ള ഭാഗം. കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, ഇതൊക്കെ പണിത് കഴിഞ്ഞതിന് ശേഷം അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ ആർക്കും തന്നെ ഇത് മുന്നോട്ട് വന്നിട്ടില്ല. നമുക്ക് അശ്വിനിയുടെ പിൻഭാഗം പോയി നോക്കണം. ഈ ആസ്പത്രി പറഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന ആ പാവങ്ങൾ കുറേ പേരുണ്ട്, അവരൊക്കെ വെള്ളത്തിലായി പോവുക. അപ്പോൾ അശ്വിനി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന കാലങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ളത് അത് ശാസ്ത്രീയമായി തന്നെയാണ് പണിതിട്ടുള്ളത്. പക്ഷേ അത് അന്ന് കാലത്ത് അതിനെക്കുറിച്ച് നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അന്ന് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനോ തയ്യാറാവാത്ത ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ അതാത് സമയത്ത് അതിന് സാങ്ഷൻ കൊടുത്തവരും അതുപോലെ തന്നെ ഈ സാങ്ഷൻ ഇവിടെ നിന്ന് കൊടുത്തില്ലെങ്കിൽ മറികടന്ന് മാറി വരുന്ന സർക്കാരുകൾ ആരാണെങ്കിൽ അവരും അത് അവിടെ നിന്ന് കൊടുക്കും. അല്ലാത്ത പക്ഷം ഈ പറയുന്നത് പോലെ കോടതി ഇടപെടുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു സുതാര്യമായ ഒരു രീതി ഇല്ലാത്തടത്തോളം കാലം ഇതുപോലെയുള്ള പ്രവണതകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ തടസ്സം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചാൽ വളരെ ഗൗരവമുള്ള പദവിയിലിരുന്ന് വളരെ ഗൗരവമുള്ള ഒരു ആരോപണം തന്നെയാണ് അങ്ങ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ തൃശ്ശൂരിൽ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പലർക്കും അതിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്.
PWD അതുവഴി പോകുന്ന കാന കൃത്യമായി വിപുലീകരിച്ച് അതിലെയുള്ള വെള്ളം ഒഴുക്കിക്കളയാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. അവരുടെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നം, ഈ അശാസ്ത്രീയമായി കെട്ടിടങ്ങൾ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും ഇപ്പോഴവിടെ നിരവധി വീടുകളടക്കം ഉള്ളൊരു പ്രദേശമാണല്ലോ, സ്ഥാപനങ്ങൾ നിരവധി ഉണ്ടല്ലോ. ഈ കാന വൃത്തിയാക്കിയാൽ ആ പ്രദേശത്തെ പ്രതിസന്ധി മാറ്റി തൃശ്ശൂരിൽ ഇങ്ങനെ അടിക്കടി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് പരിഹരിക്കാൻ കഴിയും എന്നങ്ങ് കരുതുന്നുണ്ടോ? ഞാൻ നേരത്തെ ചോദിച്ചത് എന്തുകൊണ്ടാണ് PWD വകുപ്പ് നിങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ആ ഭാഗം ശ്രദ്ധിക്കാതെ പോകുന്നത്? എന്നോടാണോ ചോദ്യം? അതെ അതെ അതെ. ഇല്ല, എന്നോടല്ല. അതെ PWD നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അവിടുത്തെ സൂപ്രണ്ട് എഞ്ചിനീയർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇവരോടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ അശ്വനിയുടെ മുൻവശത്ത് ഉണ്ടായിരുന്ന കാന ഇതുപോലെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഒരു കഷ്ണം മാത്രം പണിത് ബാക്കി അവർ പണിതില്ല. ചോദിച്ചപ്പോൾ പറയുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം പണിയുകയും ബാക്കി സ്ഥലത്ത് പണിയാതെ പോയി കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതാണ് അവിടെ വെള്ളം കയറാനുള്ള മറ്റൊരു കാരണം. ഒരു നിമിഷം, ശ്രീ നന്ദകുമാറിലേക്ക്. ശ്രീ നന്ദകുമാർ, താങ്കൾ ഈ അശ്വിനി ആശുപത്രിയുടെ പരിസരത്ത് സ്ഥാപനം നടത്തിയ ആളാണ്. അവിടെ നിന്ന് സ്ഥാപനം മാറ്റേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് നേരത്തെ വിശദീകരിച്ചതാണ്. ആ ഘട്ടത്തിൽ മേയർ നമുക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അത് കേട്ടിട്ടുമുണ്ടാവില്ല. മേയർ പറഞ്ഞതിൽ വിയോജിപ്പുള്ള ഭാഗങ്ങൾ ഏതാണ്? മേയറോട് ചോദിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. കാരണം താങ്കൾ ഈ ബുദ്ധിമുട്ട് നിരവധി വർഷം അവിടെ അനുഭവിച്ചയാളാണ്. അതെ സാർ, അതെ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വെള്ളം ഇങ്ങനെ നേരത്തെ മേയർ സാർ പറഞ്ഞ പോലെ ഇത് ജോഗ്രഫിക്കലി താഴ്ന്നു കിടക്കുന്ന സ്ഥലം തന്നെയാണ് ടൗണിൽ, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ പ്രധാന കാരണം നേരത്തെ മേയർ പറഞ്ഞ പോലെ അവിടുന്ന് വരുന്ന കാന വൃത്തിയാക്കിയെങ്കിൽ കൂടി ശക്തമായ മഴ പെയ്യുമ്പോൾ ആ കാന ഓവർഫ്ലോ ചെയ്തിട്ട് ആ വെള്ളമാണ് ഈ പ്രദേശത്ത് കൂടെ പോകുന്നത്. പ്രദേശത്ത് പോകാന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് കൂടെ വെള്ളം ഒഴുകിപ്പോയി ഈ വെള്ളം പോകുന്ന സ്ഥലത്ത് വെള്ളം വന്ന് അവിടെ കെട്ടി നിൽക്കുന്നു. അപ്പൊ ഈ വെള്ളത്തിനെ ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നവരെ ഇവിടെ തന്നെ നിൽക്കേണ്ട അവസ്ഥ വരികയാണ്. ആ സമയങ്ങളിലാണ് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ പ്രയാസവും അവരുടെ വീടുകളിലെല്ലാം വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പുറമേയുള്ള കാന വളരെ ഒന്നുകൂടെ താത്തി വെള്ളത്തിന് പോകാനുള്ള സൗകര്യം ചെയ്താൽ ഒരു പരിധി വരെ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന് തോന്നുന്നു എനിക്ക്. കൂടാതെ ഈ ഒരു എന്റെ മനസ്സിൽ രണ്ട് ഓപ്ഷനാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ സ്ഥലം കുറച്ചുകൂടെ ഒന്നുകൂടെ താത്തിയിട്ട് ആളുകൾക്ക് അതിന്റെ മുകളിൽ കൂടെ സ്ലാബോ എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ എപ്പോഴും ഇത് അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധി, വെള്ളം ഇതിന് താഴത്ത് കടന്നോളും. അപ്പുറത്തെ വെള്ളം മഴ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുമ്പോൾ ഈ വെള്ളം സ്വാഭാവികമായും പതുക്കെ പൊക്കോളും. ആർക്കും തടസ്സമില്ലാത്ത കാര്യങ്ങൾ നടന്നു പോകും എന്നാണ് എനിക്ക് പേഴ്സണലായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ, അത് സീരിയസ് ആയി എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് എനിക്ക് പേഴ്സണലായി തോന്നുന്നു. കാരണം ഇവിടെ പെയ്യുന്ന മഴയല്ല ഇവിടെ വരുന്നത്, പുറമേ ടൗണിന്റെ എല്ലാ ഭാഗങ്ങളിലും പെയ്യുന്ന മഴ പെയ്ത് ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പ്രദേശം. കാരണം ഇത് താഴ്ന്നു നിൽക്കുന്നു. ഒന്നുകിൽ മറ്റുള്ള കാന വളരെ വിസ്താരം കൂട്ടി വലുതാക്കി വെള്ളത്തിന് അതുവഴി പോകാൻ അനുവദിക്കുക. അല്ല, ഇത് കൂടെ മാത്രമാണ് ഈ വെള്ളത്തിൽ പോകാൻ വേറെ വഴിയില്ലെങ്കിൽ ഈ സ്ഥലം കുറച്ചുകൂടെ താത്തി, ഈ റോഡ് കുറച്ചുകൂടെ താത്തി അതിന്റെ മുകളിൽ സ്ലാബ് ഇട്ട ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം എന്നൊരു അപേക്ഷ കൂടി എനിക്ക് ഇപ്പോൾ മേയറോടും ഭരണാധികാരികളോടും പറയാനുണ്ട്. വേറെ അങ്ങ് കേട്ട് കാണുമല്ലോ, അവിടെ നേരിട്ട് ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്ഥാപനം അവിടെ നിന്ന് മാറ്റേണ്ടി വന്ന കഥ പറഞ്ഞതിനൊടുവിലാണ് എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ കഴിയുക എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചത്. നമുക്ക് വളരെ പോസിറ്റീവായി തന്നെ എടുക്കാം. പക്ഷേ തൃശ്ശൂരിൻ്റെ അവസ്ഥ ഇപ്പോൾ പോസിറ്റീവ് അല്ലല്ലോ. കഴിഞ്ഞ 3-4 ദിവസങ്ങൾക്കിടയിൽ അടിക്കടി ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകുന്നു, ആശുപത്രിയിലേക്ക് അടക്കം വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകുന്നു. ഇനിയെങ്കിലും കോർഡിനേറ്റഡ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടാകും ഈ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിലെന്ന് കരുതാമോ? PWD വകുപ്പും മന്ത്രിയുമൊക്കെ സഹകരിക്കും, അടിയന്തരമായി തൃശ്ശൂരിൽ ഇങ്ങനെ ഈ പ്രതിസന്ധി ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ കഴിയും എന്നൊരു ഉറപ്പ് അങ്ങേക്കിപ്പോൾ നൽകാൻ കഴിയുമോ? ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി തന്നെ റിയാസ് മിനിസ്റ്ററെയും അതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു മീറ്റിംഗ് വിളിപ്പിക്കാനാണ് ആഗ്രഹിച്ചത്. അതനുസരിച്ച് അദ്ദേഹവുമായി ബോധ്യപ്പെടുത്തും പ്രസൻറ്റ് കണ്ടീഷൻ എന്താണ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്യാൻ നമ്മളെന്നും തയ്യാറാണ്. ഒരു കാരണവശാലും വെള്ളക്കെട്ടിൽ കൂടെ ആരും ജീവിക്കുന്നതോ പോകുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതോ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ തടസ്സം നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു പ്രശ്നപരിഹാരത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങനെ ഒരു തടസ്സത്തിൻ്റെ ഭാഗമാണോ ഈ PWD വകുപ്പിൻ്റെ അടക്കം ഭാഗത്ത് നിന്നുള്ള ഈ സമയോചിതമായ ഇടപെടൽ ഉണ്ടാകാതെ പോകുന്നത്?
അല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തിനും തയ്യാറാണ്. നമുക്ക് ഇത്രയേ ഉള്ളൂ വേണ്ടത്. ഒന്നില്ലെങ്കിൽ PWD പറയണം, നിങ്ങൾ അത് എടുത്ത് വളരെ അത്യാവശ്യമുള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് അത് പണിയാനുള്ള അംഗീകാരം മിനിസ്റ്ററുടെ സർക്കാരിൻ്റെ ലെവലിൽ ഞങ്ങൾക്ക് കിട്ടണം. അപ്പോൾ ഞങ്ങൾ പണിയാൻ തയ്യാറാണ്. ഇത് PWD പണിയേണ്ടതായിട്ടുള്ള ഒരു സംരംഭത്തിനകത്ത് ഞങ്ങൾക്ക് കയറി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങൾക്ക് അംഗീകാരം തന്നാൽ ഞങ്ങളത് ചെയ്തിരിക്കും. വളരെ പ്രതിസന്ധി രൂപപ്പെട്ട തൃശ്ശൂരിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന നിർദ്ദേശം ഉയർന്നു വരികയാണ്. സ്വാഭാവികമായും പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഇനി അടിയന്തരമായ ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. അത്തരമൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. മഴക്കെടുതിയിൽ വലയുന്ന തൃശ്ശൂരിന്റെ ഉൾപ്പെടെയുള്ള നഗരങ്ങളുടെ ഗൗരവമുള്ള സ്ഥിതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ എം കെ ഹരിദാസ്, നേരത്തെ അങ്ങ് ശാസ്ത്രീയമായി ചില കാര്യങ്ങൾ വിശദീകരിക്കായിരുന്നു. അതിനിടയിലാണ് മേയർ നമുക്ക് ലഭിച്ചത്. ഇപ്പോൾ മേയർ കൂടി ഉള്ളതുകൊണ്ട് ഒരു തദ്ദേശ സ്ഥാപനം എന്തൊക്കെ കാര്യങ്ങൾ ശാസ്ത്രീയമായി ചെയ്യണം, എവിടെയൊക്കെയാണ് പിഴവ് സംഭവിക്കുന്നത്, റെയിൻ മാപ്പിംഗ് അടക്കം എന്തൊക്കെയാണ് ചെയ്യാതെ പോകുന്നത് മൂലം ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും തൃശ്ശൂർ നഗരവുമായി ബന്ധപ്പെടുത്തിക്കൂടി. നേരത്തെ കൊച്ചിയുടെ കാര്യം അങ്ങ് വിശദമായി കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സംസാരിച്ചാണ്. തൃശ്ശൂരുമായി കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു പൊതുവായി എങ്ങനെയുള്ളൊരു സമീപനമാണ് ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളും പൊതുമരാമത്ത് വകുപ്പും ഈ പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനായി ചെയ്യേണ്ടി വരിക? ദീർഘവീക്ഷണത്തിന്റെ കുറവ് തന്നെയാണ്. ഇപ്പൊ മേയർ അങ്ങേയറ്റം ആദരണീയനാണ്. അതായത് ആ നഗരത്തിന്റെ നഗരപിതാവാണ്. അദ്ദേഹം പറഞ്ഞത് എത്ര ശക്തൻ തമ്പുരാന്റെ കാലത്ത് പണിത കാനയാണ്, അതിനെ ഇപ്പോഴും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 67 കൊല്ലം കഴിഞ്ഞു സംസ്ഥാനം രൂപം കൊണ്ടിട്ട്. ശക്തൻ തമ്പുരാൻ സംസ്ഥാന രൂപം കൊണ്ടുകൊണ്ട് എത്രയോ മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയെ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ആര് പറഞ്ഞു മേയർ നിങ്ങളോട് ഈ കാന പൊളിച്ചു പണിയണ്ടെന്നോ? അല്ലെങ്കിൽ താങ്കൾക്ക് പവറില്ലേ? താങ്കളുടെ കോർപ്പറേഷന്റെ പവർ വെച്ചിട്ട് അശ്വിനി ആസ്പത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇവിടുത്തെ കാന പണിതിട്ട് ഇവിടുത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇവിടുത്തെ മഴവെള്ളം ഒഴുകിപ്പോയതിനു ശേഷം ഈ ആസ്പത്രി പ്രവർത്തിച്ചാൽ മതി എന്ന് പറയാൻ കഴിവുള്ള ഏക വകുപ്പാണ് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ കൊച്ചി കോർപ്പറേഷൻ. ആ കൊച്ചി കോർപ്പറേഷൻ എന്തുകൊണ്ട് താങ്കൾ അശ്വിനി ആസ്പത്രിയുടെ പുറകിൽ താമസിക്കുന്നവരെ കുറിച്ചിട്ട് കണ്ണുനീരൊഴുക്കുന്ന നേരം അവരുടെ ജീവിത രീതി അങ്ങേയറ്റം ദയനീയമായ ഒരു സ്ഥിതിയിൽ എന്തുകൊണ്ട് ഈ ആസ്പത്രിക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാൻ താങ്കൾ തയ്യാറാവുന്നില്ല? ഒരു 6 മാസം ആ ആസ്പത്രി അടച്ചിട്ടത് കൊണ്ട് തൃശ്ശൂരിലെ രോഗികളൊന്നും ചത്തുപോകാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ അതൊന്നുമല്ല, അതൊക്കെ നമ്മൾ പറയില്ലേ, രാഷ്ട്രീയ അന്തർധാരകളുടെ പേരിലാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. അശ്വിനി ആസ്പത്രി അവിടെ ഉള്ളത് കൊണ്ട് തൃശ്ശൂരിന്റെ ഗതാഗതം സ്തംഭിപ്പിക്കുമാറ്, തൃശ്ശൂരിന്റെ നഗരജീവിതം സ്തംഭിപ്പിക്കുമാറ് ഒരു പ്രശ്നമാണെങ്കിൽ അതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണം സാർ. അതാണ് ഒരു കോർപ്പറേഷൻ മേയറുടെ ചുമതല. അങ്ങേപോലെ ഇരുന്ന് വിലപിക്കലല്ല, ശക്തൻ തമ്പുരാനെ ഉദാഹരിച്ചുകൊണ്ട് സംസാരിക്കലല്ല. അതിനെല്ലാം അങ്ങേക്ക് വോട്ട് തന്നിട്ട് അങ്ങേ കൊച്ചിൻ കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയറാക്കിയിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഞാൻ തൃശ്ശൂർക്കാരനാണ് സാർ. ഞാനിപ്പോ എറണാകുളത്തിരുന്നാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ തൃശ്ശൂർക്കാരനാണ്. അങ്ങയെ ഓർത്ത്, അങ്ങയെ അധികാരത്തിൽ കയറ്റിയതോർത്ത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് പരിതപിക്കാനുള്ള ഒരു ഇടവരുത്തിയെങ്കിൽ അത് തെറ്റാണ് സാർ. അത് ദീർഘവീക്ഷണത്തിന്റെ കുറവാണ്. കഴിഞ്ഞ കൊല്ലം ഇതുപോലെ തന്നെ അശ്വിനി ആസ്പത്രിയുടെ മുമ്പിലെ മഴക്കെട്ട് വെള്ളക്കെട്ടിൽ കുടുങ്ങിയിട്ടുള്ള ഒരു യാത്രക്കാരനായിരുന്നു ഞാൻ. എന്തുകൊണ്ട് സാർ 1 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിക്കൊണ്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല സാർ? കോർപ്പറേഷൻ താങ്കൾ പറഞ്ഞൂല്ലേ സാർ, താങ്കൾ തൃശ്ശൂർ കോർപ്പറേഷനിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം സാർ. 1 രൂപയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കരാർ കൊടുക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനത്തിലെ 50 പൈസയുടെ നിർമ്മാണം അവിടെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു കാര്യക്ഷമതയോടുകൂടിയുള്ള ഒരു മേൽനോട്ടം വഹിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥരെ ഉണ്ടാക്കാൻ ശ്രമിക്കൂ സാർ. അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ആ വാർഡിന്റെ കൗൺസിലറും കോർപ്പറേഷന്റെ മറ്റ് കൗൺസിലർമാരും അതാത് വാർഡുകളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അവിടെ മുടക്കുന്ന ജനങ്ങളുടെ നികുതിപ്പണം കൃത്യമായിട്ട് അവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കൂ സാർ. എന്നിട്ട് നിങ്ങൾ ശക്തൻ തമ്പുരാന്റെ കാലത്ത് കാനയുടെ ദയനീയാവസ്ഥയെ കുറിച്ച് പറയൂ സാർ. ഇതിനൊന്നുമല്ല സാർ ഈ ആധുനിക താങ്കൾ ഒന്ന് മനസ്സിലാക്കണം. റോബോട്ടുകൾ കീഴടക്കിയ ലോകത്തിലിരുന്നു കൊണ്ടാണ് താങ്കൾ ശക്തൻ തമ്പുരാനെ ഉദാഹരിക്കുന്നത് എന്നുള്ളൊരു ഗതികെട്ട ഒരു വാക്കാണ് അങ്ങ് ഉപയോഗിച്ചത്. ശക്തൻ തമ്പുരാനോട് പോയിട്ട് നമ്മൾ ശക്തൻ തമ്പുരാൻ എന്ത് പഴിച്ചു? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്വന്തം കുടുംബത്തിലെ സ്വർണം പണയം വെച്ചിട്ട് ഇവിടുത്തെ രാജാക്കന്മാർ റോഡ് പണിതിട്ടുണ്ട്. ഇന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു പൈസ ഇറക്കുകയല്ല സാർ ചെയ്യുന്നത്. സ്വന്തം കുടുംബത്തിലേക്ക് ഓരോ നിർമ്മാണ പ്രവർത്തനത്തിൽ നിന്നും കൃത്യമായ തുക കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആദ്യം അത് മാറ്റുക, അതിനുശേഷം ദീർഘവീക്ഷണം, അതായത് പൊട്ടി വീഴാവുന്ന മഴയെക്കുറിച്ചിട്ടും ആ മഴ വരുത്താൻ പോകുന്ന ദുരിതത്തെ കുറിച്ചിട്ടും ഒരു ബോധം ഉണ്ടാവുക. ആ ബോധത്തോടു കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. അപ്പോ ഇതെല്ലാം പരിഹരിക്കാൻ പറ്റും സാർ. അല്ലാതെ വിലപിക്കുകയല്ല വേണ്ടത്. ശരി, ശ്രീ എം കെ വർഗീസ്, വളരെ രൂക്ഷമായ പ്രതികരണമാണ്. സ്വാഭാവികമാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വലിയ വികാര പ്രകടനമൊക്കെ ഉണ്ടായേക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ അത് വന്നുവെന്നേ ഉള്ളൂ. ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് കാര്യക്ഷമമായി ഇടപെടുക. ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പഴയ കഥ പറയാതെ പുതിയ നഗര
നഗരവൽക്കരണത്തിലേക്ക് കാര്യങ്ങൾ വരിക? രണ്ടാമത്തേത് വലിയ അഴിമതി അടക്കം നടക്കുന്നുണ്ട് എന്ന് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ അഴിമതി അടക്കം ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി. ഇപ്പോൾ താങ്കൾ ഭരണത്തിൽ വന്നിട്ട് 4 വർഷമായി. എന്തുകൊണ്ട് പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ കഴിയുന്നില്ല? ഇപ്പോൾ ആശുപത്രിയാണ് പ്രശ്നമെങ്കിൽ അവിടെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നതാണ് ചോദ്യം. ഞാനിപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് നന്ദൻജീനെ ഞാൻ എൻ്റെ ഇവിടേക്ക് വിളിപ്പി, ഹരിദാസ്ജീനെ ഞാൻ തൃശ്ശൂരിലേക്ക് വീണ്ടും ക്ഷണിക്കുക. കാരണം ഇദ്ദേഹത്തിന് ഇത്രയധികം കഴിവുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഒന്ന് തൃശ്ശൂർ കോർപ്പറേഷനുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിലയേറിയ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തി തന്ന ഞാനും അദ്ദേഹത്തിനോടൊപ്പം ഇരുന്നു കൊണ്ട് തൃശ്ശൂരിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ ഞാനും ഉണ്ടാവും. എന്നെ സഹായിക്കാൻ താങ്കളും കൂടി ഉണ്ടായാൽ നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് നമുക്കിതിനുമായി ബന്ധപ്പെട്ട് നല്ലൊരു കാഴ്ചപ്പാടോട് കൂടി പണിയാം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള അഭിപ്രായ പ്രകടനമല്ലേ, രോഷപ്രകടനമല്ലേ? അത് ഒരുപക്ഷെ അങ്ങയുടെ വാക്കുകൾ ഇനി പരിഹാസമാണോ അതോ അങ്ങ് ആത്മാർത്ഥമായി എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അതുകൊണ്ടാണ് ക്ഷമിക്കണം. പക്ഷേ അതല്ലല്ലോ ഉദ്യോഗസ്ഥ സംവിധാനം വിദഗ്ധരും ഉദ്യോഗസ്ഥ സംവിധാനമടക്കം വിദഗ്ധരും ഈ മേഖലയിൽ അറിവുള്ളവരുമായി എത്രയെത്ര ആളുകളാണ് ഒരു കോർപ്പറേഷന് ജോലി ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ. മരാമത്ത് വകുപ്പിൽ എത്ര പേരാണുള്ളത്? ഇവരുടെയൊക്കെ സേവനമല്ലേ നമ്മൾ ദൂരക്കൂട്ടി കണ്ട് ഇനി ഭാവിയിൽ മഴ പെയ്താൽ, അല്ലെങ്കിൽ പ്രളയമുണ്ടായ നാടല്ലേ, പ്രളയം വന്നാൽ എങ്ങനെ അതിജീവിക്കും ഈ നഗരം എന്ന കാഴ്ചപ്പാടിൽ അവരെ വച്ചല്ലേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ശ്രീ മേയർ? രതീഷ്, ഞാൻ പറഞ്ഞത് ആത്മാർത്ഥതയോട് കൂടിയാണ്. കാരണം ഇവിടെ 33 എഞ്ചിനീയർമാരുണ്ട്. എഞ്ചിനീയർമാരുടെ കുറവ് കൊണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടി സേവനം കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം തൃശ്ശൂർക്കാരനാണല്ലോ, എറണാകുളത്താണെങ്കിലും തൃശ്ശൂർക്കാരനായതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരാളാണ് അദ്ദേഹം. കാരണം ഈ പറയുന്ന അശ്വിനിയുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും അവിടെ വെച്ചിട്ട് പലതും സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോടുള്ള ആദരവോട് കൂടി തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എഞ്ചിനീയർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഏത് തരത്തിലുള്ളൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും എന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അത് ഒരു അദ്ദേഹത്തെ ഞാൻ അവഹേളിച്ചതൊന്നുമല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. കഴിയുമെങ്കിൽ തന്നാൽ ഞാൻ അത് ഉൾക്കൊള്ളാം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നന്ദി ശ്രീ MK വർഗീസ്, തൃശ്ശൂർ മേയർ. ഈ വലിയ പ്രതിസന്ധിയിൽ ഈ സാഹചര്യമൊക്കെ വിശദീകരിച്ചതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും നിഴലിക്കുന്ന നിസ്സഹായതയാണോ എന്ന സംശയമുണ്ട്. എങ്കിലും എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെയൊക്കെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തെ വീണ്ടും മുക്കുന്ന ഈ മഴക്കെടുതി, ആ മഴക്കെടുതിയിൽ നിന്ന് മോചനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ, അതിന് നേതൃത്വം നൽകാൻ കഴിയുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ശ്രീ നന്ദകുമാറിലേക്ക് കൂടി പോയി നമുക്ക് അവസാനം. ശ്രീ നന്ദകുമാർ, തൃശ്ശൂരിൽ ഈ പ്രതിസന്ധി അടിക്കടി ഉണ്ടാകുന്നു, നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നു, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും? മേയറുടെ വാക്കുകൾ വളരെ പോസിറ്റീവായി തൃശ്ശൂർക്കാർക്ക് എടുക്കാമോ? തീർച്ചയായും സാർ, ഞാനത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പോസിറ്റീവായി എടുക്കുന്നു. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഞാനും കണ്ടിരുന്നു അദ്ദേഹത്തിനെ ഇവിടെ രാവിലെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഇത്രയും രൂക്ഷമാണ് ഇവിടുത്തെ കാര്യം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടു. പക്ഷെ അദ്ദേഹത്തിന് എന്റെ ഈ ഒരു ശ്രമത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനെ വളരെയധികം നന്ദി പറഞ്ഞു ഞങ്ങൾ ഈ ഭാഗത്തുള്ള ആളുകൾ. ഒരു ചെറിയൊരു റിക്വസ്റ്റ് കൂടെ അദ്ദേഹത്തോട് വെക്കാനുണ്ട്. ഇവിടെ വന്ന വെള്ളക്കെട്ട് വന്ന വീടുകൾ അവിടെ ആകെ ചളിമയമായി ആകെ കിടക്കുകയാണ്. അത് വൃത്തിയാക്കാനായിട്ട് കോർപ്പറേഷൻ ഏതെങ്കിലും കുറച്ച് ആളുകളെ വിട്ടു തന്നാൽ ഇവിടുത്തെ ആളുകൾക്ക് അത് വലിയ ഉപകാരമാവും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ശരി, ആ ഒരു ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ലൈൻ കട്ടായി, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് അതേക്കുറിച്ച് ചോദിക്കാമായിരുന്നു. കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഈ ചെളിയേറിയ വീടുകളും മറ്റും വൃത്തിയാക്കാൻ ഒരു സഹായമാണ് ആവശ്യപ്പെടുന്നത്. കോർപ്പറേഷൻ അത് ചെയ്യും, മേയർ അടക്കം ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ മേയർ പോയിന്റ് ഔട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒന്ന് PWD വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണമാണ്. മന്ത്രി ഉൾപ്പെടെയുള്ള സംവിധാനം അക്കാര്യത്തിൽ ഇടപെടും. തൃശ്ശൂരിൽ വീണ്ടും ഈ ദുർഗതി ഉണ്ടാകാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്ക് നന്ദി.